നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ ലേറ്റന്റ് വ്യൂ അനാലിറ്റിക്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ IPO വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള പ്യുവർ പ്ലേ ഡാറ്റ അനാലിറ്റിക്സ് സർവീസ് കമ്പനിയാണിത്. ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഇഷ്യൂ 600 കോടി രൂപയ്ക്കുള്ളതാണ്. ഇത് നവംബർ 9 ഓപ്പൺ ചെയ്തിട്ട് നവംബർ 11 ക്ലോസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ഇഷ്യൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഈ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടന്നാലോ. ലേറ്റന്റ് വ്യൂ അനാലിറ്റിക്സ് ലിമിറ്റഡ്. അപ്പോൾ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി 2006 രൂപം കൊള്ളുന്നത്. അവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്യുവർ പ്ലേ ഡാറ്റ അനാലിറ്റിക്സ് സർവീസസ് കമ്പനി. അപ്പോൾ ഈ പ്യുവർ പ്ലേ ഡാറ്റ അനാലിറ്റിക്സ് സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ക്ലയൻസ് ആയിട്ടുള്ള കമ്പനികളുണ്ട്. ആ കമ്പനികൾ എന്ന് പറഞ്ഞാൽ വെറും കമ്പനികൾ എന്ന് പറഞ്ഞാൽ പോരാ, ഇന്റർനാഷണലി തന്നെ ഫേമസ് ആയിട്ടുള്ള, അതായത് ഫോർച്യൂൺ 500 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന. ഫോർച്യൂൺ 500 എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളാണല്ലോ ഫോർച്യൂൺ 500 എന്ന് അറിയപ്പെടുന്ന. ആ കമ്പനികളിലെ പലതുമാണ് ഇവരുടെ ക്ലയൻസ് ആയിട്ട് വരുന്നത്. അവർക്ക് ഓരോ കമ്പനിക്കും കമ്പനി ടു കമ്പനി അവരുടെ ഇൻഡസ്ട്രിയെ അനലൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ വിവിധ തരത്തിലുള്ള വാല്യൂ അഡീഷൻസ് ആണ് ഈ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെറും ഡാറ്റ മാത്രമല്ല, അപ്പോൾ ഡാറ്റ അനാലിറ്റിക്സ്, അതായത് അനാലിറ്റിക്സ് ഓഫ് കൺസൾട്ടിങ്, പിന്നെ ബിസിനസ് അനാലിറ്റിക്സ്, ഇൻസൈറ്റ്സ്, അഡ്വാൻസ്ഡ് പ്രൊഡക്റ്റീവ് അനാലിറ്റിക്സ്, പിന്നെ ഡാറ്റ എഞ്ചിനീയറിങ്, പിന്നെ ഡിജിറ്റൽ സൊല്യൂഷൻസ്, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ സർവീസസ് വരുന്നത്. അപ്പോൾ ഈ കമ്പനി 600 കോടിയുടെ പബ്ലിക് ഇഷ്യൂ ആയിട്ടാണ് വരുന്നത്. 474 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണ്. 126 കോടി രൂപ മാത്രമേ ഉള്ളൂ ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 600 കോടി രൂപയ്ക്കുള്ളത് വരും. നല്ല ഒരു ദീപാവലിക്ക് ശേഷം, അല്ലെങ്കിൽ നല്ല ഒരു മുഹൂർത്ത വ്യാപാരത്തിന് ശേഷം മികച്ച ഒരു ഓഹരി വിപണിയിലേക്കാണ് ഈ ഇഷ്യൂ വരുന്നത് എന്നുള്ള ഒരു പ്രത്യേകത തന്നെയാണ്. അടുത്ത ആഴ്ചയാണ് ഇത് ഇഷ്യൂ വരുന്നത്. ഈ ആഴ്ചയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ടുള്ള പേടിഎം വരുന്നു. പേടിഎമ്മിൻ്റെ ഇഷ്യൂ നവംബർ 8 ഓപ്പൺ ചെയ്യുന്നത്. അതുകൂടാതെ സഫയർ ഫുഡ്സിൻ്റെത് നവംബർ 9 ഓപ്പൺ ചെയ്യുന്നത്. അതുമായിട്ട് മത്സരിക്കാനാണ് ലേറ്റന്റ് വ്യൂ വരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ഇതൊരു മീഡിയം ടേമിലേക്കൊക്കെ നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ഇതിനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കമ്പനി 2 കമ്പനികളുമായിട്ട് മത്സരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ കമ്പനി 15 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫോർച്യൂൺ 500 കമ്പനീസൊക്കെയാണ് ഇവരുടെ ക്ലയൻസ്. അതിൽ തന്നെ അവർ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ അനാലിറ്റിക്സ് ആണ് കൊടുക്കുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇത് ഏത് തരത്തിലുള്ള കമ്പനികൾക്കാണ് ഇവരുടെ സർവീസസ് വരുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ടെക്നോളജി കമ്പനീസിനാണ് പ്രധാനമായിട്ടും വരുന്നത്. ടെക്നോളജി കമ്പനീസ്, പിന്നെ ബാങ്കിങ് സർവീസസ്, ഫിനാൻഷ്യൽ കമ്പനീസ്, ഇൻഷുറൻസ്, അങ്ങനെയുള്ള കമ്പനീസിന്. അതുകൂടാതെ കൺസ്യൂമർ പാക്കേജ്ഡ് ഗുഡ്സ്, ആ കാറ്റഗറിയിൽ വരുന്ന കമ്പനികളുണ്ട്. പിന്നെ റീറ്റെയിൽ ഇൻഡസ്ട്രീസ്, മറ്റു തരത്തിലുള്ള ഇൻഡസ്ട്രീസും ഇതെല്ലാം വരുന്നുണ്ട് ഇവരുടെ ക്ലയൻസ് ആയിട്ട്. ഈ ഫോർച്യൂൺ 500 പെടുന്ന കമ്പനികൾ എന്ന് പറയുന്നത് അത്തരത്തിലൊക്കെയുള്ള കമ്പനികളെയാണ് ഇവരുടെ ക്ലയൻസ് ആയിട്ട് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ അഡോബ്, യൂബർ ടെക്നോളജി, 7-Eleven, ഇതെല്ലാം ഇവരുടെ ക്ലയൻസിൽ പെടുന്ന കമ്പനികളാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, യൂറോപ്പിൽ, നെതർലാൻഡ്സ്, ജർമ്മനി, പിന്നെ യുണൈറ്റഡ് കിങ്ഡം, സിംഗപ്പൂർ, ഇവിടെ എല്ലാം ഇവർക്ക് ക്ലയൻസ് ഉള്ളതാണ്. പിന്നെ മാത്രമല്ല അവരുടെ ഓഫീസസ്, സെയിൽസ് ഓഫീസ് സാൻജോസ്, ലണ്ടൻ, സിംഗപ്പൂർ, ഇവിടെ എല്ലാം സെയിൽസ് ഓഫീസസും ഉണ്ട്. പ്രധാനമായിട്ട് 2 പേരാണ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആയിട്ട് പറയുന്നത്. അഡുകുടി വിശ്വനാഥൻ വെങ്കട്ടരാമൻ, അതുകൂടാതെ പ്രമാധവതി ജയന്ത്യാല, അവരുടെ ചിത്രങ്ങളാണ് ഈ കാണുന്നത്. അതുകൂടാതെ കമ്പനിയെ വളരെ മികച്ച രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന CEO രാജൻ സേതുരാമൻ്റെ ചിത്രം കൂടി ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. 600 കോടിയിൽ 126 കോടി ഓഫർ ഫോർ സെയിൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓഫർ ഫോർ സെയിൽ നടത്തുന്ന ആരൊക്കെയാണ്? അതിൽ പ്രൊമോട്ടറും വരും, പിന്നെ ഇപ്പോഴത്തെ വലിയ ഇൻവെസ്റ്റേഴ്സിൽ കുറച്ച് പേരും വരും. അവരാണ് ഈ കാണുന്നത്. അവരുടെ ഡീറ്റെയിൽസ് ആണ്, ഞാൻ വായിക്കാം.
60.15 കോടി രൂപ അടുകുടി വിശ്വനാഥൻ വെങ്കട്ടരാമൻ എന്ന് പറയുന്ന പ്രൊമോട്ടർ വിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഓഹരികൾ 15 കൊല്ലമായിട്ട് അദ്ദേഹം കമ്പനി നടത്തുകയാണ്. അത് കമ്പനി നല്ലൊരു നിലയിലെത്തിയപ്പോൾ അതിലെ ഒരു ചെറിയ ശതമാനം ഓഹരികൾ വിറ്റഴിച്ച് അദ്ദേഹം ലാഭമെടുക്കുന്നു. അതിൽ തെറ്റു പറയാനാവില്ല. 60.15 കോടി രൂപയ്ക്കുള്ള ഓഹരികളാണ് അദ്ദേഹം വിറ്റഴിക്കുന്നത്. അത് കൂടാതെ 23.52 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ വിറ്റഴിക്കുന്നത് ഗോപിനാഥ് കോടീശ്വരൻ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്ററാണ്. പിന്നെ 35 കോടി രൂപ രമേശ് ഹരിഹരൻ, 3.87 കോടി രൂപ സുബ്രഹ്മണ്യൻ രാമചന്ദ്രൻ വിറ്റഴിക്കുന്നുണ്ട്. പിന്നെ 1,19,00,000 രൂപ ദിവ്യ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റർ വിൽക്കുന്നുണ്ട്. പിന്നെ 1.15 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ രാജ്കുമാർ കാലിയ പെരുമാൾ എന്ന് പറയുന്ന ആള് വിൽക്കുന്നുണ്ട്. പിന്നെ 73.5 ലക്ഷം രൂപയ്ക്കുള്ളത് പ്രിയ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്ററും, അതായത് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് അവരുടെ കൈവശമുള്ള ഇത്രയും രൂപയ്ക്കുള്ള ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട്. ഓഫർ ഫോർ സെയിലായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് 126 കോടി രൂപ വന്നിരിക്കുന്നത്. കമ്പനിയുടെ ശക്തി കേന്ദ്രം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പ്യുവർ പ്ലേ ഡാറ്റ അനാലിറ്റിക് കമ്പനികൾ ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയാണെന്നുള്ളത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ ഈ ഡാറ്റ അനാലിറ്റിക്സിലും ഡാറ്റ എഞ്ചിനീയറിങ്ങിലും എല്ലാമുള്ള അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്, വളരെ വലിയ ഒരു എക്സ്പീരിയൻസ്, അവരുടെ കേപ്പബിലിറ്റീസ് മാർക്കറ്റിൽ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ക്ലയൻസ് എല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോർച്യൂൺ 500-ൽ പെടുന്ന ബ്ലൂ ചിപ്പ് ക്ലയൻസ് ആണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സിസ്റ്റം, അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഉള്ളത് അവരുടെ സ്കെയിലബിൾ ആൻഡ് അട്രാക്റ്റീവ് ഫിനാൻഷ്യൽ പ്രൊഫൈൽ എന്നുള്ളതാണ്. അവരുടെ മികച്ച നേട്ടമുള്ള ഒരു ഫിനാൻഷ്യൽ ആയിട്ട് കമ്പനി വളരെ ശക്തമാണ്. പിന്നെ അവരുടെ ലീഡർഷിപ്പ് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ കമ്പനി മാർക്കറ്റിലേക്ക് വരും ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെയാണ് അവരുടെ മികച്ച പോയിന്റ്സ്. ഇഷ്യൂ വഴി സമാഹരിക്കുന്ന തുക അവർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ചില പുതിയ ബിസിനസ്സുകൾ അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ ചില പുതിയ ലൊക്കേഷൻസിലേക്ക് അവർക്ക് വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇൻഓർഗാനിക് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് 147.9 crores ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു 82.4 കോടി രൂപ അവരുടെ മെറ്റീരിയൽ സബ്സിഡിയറി ആയിട്ടുള്ള ലേറ്റന്റ് വ്യൂ അനാലിറ്റിക് കോർപ്പറേഷന്റെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു സബ്സിഡിയറീസിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കുറച്ച് തുക ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ജനറൽ കോർപ്പറേറ്റ് പർപ്പസസ് ഒക്കെ വേണ്ടിയിട്ട് ഒരു 130 കോടി രൂപയും മാറ്റിവെക്കുമെന്നാണ് അവരുടെ സെബി കൊടുത്തിട്ടുള്ള പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിലേക്ക് നോക്കാം. വളരെ മികച്ച ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം, കഴിഞ്ഞ 15 വർഷത്തെ പ്രവർത്തനം പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ 90% റവന്യൂ വന്നിരിക്കുന്നത് US ബേസ്ഡ് ആയിട്ടുള്ള ക്ലയൻസിൽ നിന്നാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ റവന്യൂ നോക്കുകയാണെങ്കിൽ 2019 295.9 കോടി രൂപയായിരുന്നു റവന്യൂ വന്നിരിക്കുന്നത്. എന്നാൽ 2020 ആയപ്പോൾ അത് കൂടിയിട്ടുണ്ട്, 329.7 ആയിട്ട് വർദ്ധിച്ചപ്പോൾ 2021 ആയപ്പോൾ ഒരു നേരിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. 326.7 കോടിയായിട്ട് റവന്യൂവിൽ ഒരു ചെറിയ കുറവ് കാണുന്നുണ്ട്. എന്നാൽ എക്സ്പെൻസസ് 2021 ആയപ്പോഴത്തേക്കും അതിന് മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറവ് സംഭവിച്ചിട്ടുണ്ട്. 2020 എക്സ്പെൻസ് കാണുന്നത് 239.5 കോടിയാണെങ്കിൽ 2021 210.8 കോടി മാത്രമാണ് എക്സ്പെൻസസ് കാണുന്നത്. അതുപോലെ തന്നെ നെറ്റ് ഇൻകം നോക്കൂ. നെറ്റ് ഇൻകത്തിലും ക്രമമായിട്ടുള്ള വർധനവ് കാണുന്നുണ്ട്. നെറ്റ് ഇൻകം 2019 61.7 ആയിരുന്നത് അടുത്ത വർഷം 79 ആയിട്ട് വർദ്ധിച്ചു, 79 കോടിയായിട്ട് വർദ്ധിച്ചു. അതിൻ്റെ അടുത്ത വർഷം 2021 89.3 കോടിയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാർജിൻ പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. മാർജിൻ പെർസെൻറ്റേജ് നോക്കൂ, 2019 20.9 ആയിരുന്നു, അടുത്ത വർഷം 24% ആയിട്ട് മാറി. അതിൻ്റെ അടുത്ത വർഷം, അതായത് 2021 27.3 ആണ് മാർജിൻ പെർസെൻറ്റേജ് കാണുന്നത്. അപ്പോൾ ക്രമമായിട്ട് പുരോഗതിയാണ് നമുക്ക് ഇതിൽ പൊതുവെ കാണാൻ സാധിക്കുന്നത്.
ലേറ്റന്റ് വ്യൂ അനാലിറ്റിക്സിന്റെ ഏറ്റവും പുതിയ വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS 5 രൂപ 10 പൈസ എന്ന് കാണുന്നുണ്ട്. പി റേഷ്യോ 37.25, 38.63. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് കാണുന്നത് 29.89% ആണ്. അതുപോലെ ബുക്ക് വാല്യൂ 25.63. ഇവരുടെ പിയർ കമ്പനി ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു പിയർ കമ്പനികളൊന്നും ലിസ്റ്റഡ് ആയിട്ട് നമ്മൾ കണ്ടില്ല. പക്ഷേ ഇവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നു ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജീസ് ഇവരുടെ പിയർ കമ്പനി ആയിട്ട് വരുന്നു. പക്ഷേ അതൊരു എക്സാക്റ്റ് ആയിട്ട് ഇവരുടെ സെയിം ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി ഒന്നും അല്ലെങ്കിലും ഇവരുടെ ഹാപ്പിയസ്റ്റ് മൈൻഡിന്റെ നോക്കുകയാണെങ്കിൽ 111.37 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പേടിഎമ്മിൻ്റെയും സഫയർ ഫുഡ്സിൻ്റെയും IPOയുടെ നടുവിലാണ് ഇത് വരുന്നത് എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാവുന്നതാണ്, ഇതൊരു ലോങ് ടേമിലേക്ക് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേമിലേക്ക് ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിട്ടാണ് ഈ ലേറ്റന്റ് വ്യൂ അനാലിറ്റിക്സിൻ്റെ IPOയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 9-ാം തീയതി ഇഷ്യൂ ഓപ്പൺ ചെയ്യും, 11-ാം തീയതി ഇത് ക്ലോസ് ചെയ്യും. 197 രൂപയാണ് ഇഷ്യൂവിന് പ്രൈസ് വരുന്നത്. പ്രൈസ് ബാൻഡ് 190, 197 എന്നാണ് കാണുന്നത്. 474 കോടി രൂപയാണ് ഇതിൻ്റെ ഫ്രഷ് ഇഷ്യൂ ടോട്ടൽ. എന്നാൽ 126 കോടി രൂപ ഓഫർ ഫോർ സെയിലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ 600 കോടി രൂപയാണ് ഇവരുടെ ഇഷ്യൂവിൻ്റെ സൈസ്. അപ്പോൾ മിനിമം നമ്മളെപ്പോലുള്ള ചെറുകിടക്കാർക്ക് 76 ഓഹരികൾ അപ്ലൈ ചെയ്യുക, 76. മാക്സിമം 1015 ഓഹരികളോ മറ്റോ അപ്ലൈ ചെയ്യുക. അതായത് 2 ലക്ഷം രൂപയിൽ താഴെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫേസ് വാല്യൂ 1 രൂപയാണ്. അതുകൂടാതെ നമ്മൾ അറിയേണ്ടത് റീറ്റെയിൽ അലോക്കേഷൻ, ചെറുകിടക്കാർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് 10% ഓഹരികളെ അലോട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. NSEയിലും BSEയിലും ഈ ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കറിയേണ്ട പ്രധാന ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടെൻറ്റേറ്റീവ് ആണ്. അലോട്ട്മെന്റ് ഡേറ്റ് നവംബർ 16-ാം തീയതി. ഇത് കിട്ടാത്തവർക്ക് റീഫണ്ട് നവംബർ 17-ാം തീയതി. പിന്നെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് നവംബർ 18-ാം തീയതി. ലിസ്റ്റിംഗ് നവംബർ 22-ാം തീയതിയുമാണ്. ഇതിൻ്റെ ഇഷ്യൂ രജിസ്ട്രാർ ലിങ്കിൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ലീഡ് മാനേജേഴ്സ് ആക്സിസ് ക്യാപിറ്റൽ, ഹെയ്തോങ് സെക്യൂരിറ്റീസ്, ICICI സെക്യൂരിറ്റീസ് എന്നിവരാണ്. അപ്പോൾ ഈ ലീഡ് മാനേജേഴ്സിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് നോക്കിയപ്പോൾ 44 കമ്പനികളുടെ ഇഷ്യൂ ആണ് ഇവർ മാനേജ് ചെയ്തത്. അതിൽ 28 കമ്പനികളും ലിസ്റ്റിംഗ് സമയത്ത് വളരെ ഗെയിൻ ഉണ്ടായിരുന്ന കമ്പനികളാണ്. ലേറ്റന്റ് വ്യൂ അനാലിറ്റിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ഇതിൻ്റെ താഴെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ. പിന്നെ കമൻറ്റുകൾ ഇടണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. ഇനിയും നിരവധി കമ്പനികളുടെ IPOകളാണ് വരാനിരിക്കുന്നത്. നിങ്ങൾക്ക് ആ വിവരങ്ങൾ അപ്പോഴപ്പോൾ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ സാധിക്കും. എന്തായാലും ഇനി അടുത്ത ഒരു IPO വിശേഷവുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.